ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ചെയ്യുന്നത് പ്രസ്തുത സിനിമാ താരം നെൽസൺ ചൂരനാട്. സാന്നിധ്യം വാർഡ് മെമ്പർ ബിനി തോമസ്, നടുവിലക്കര വാർഡ് മെമ്പർ സന്ധ്യാമോൾ, പെട്ര സ്റ്റീൽ ഡോർ സിഇഒ മുഹമ്മദ് സഫാൻ, മറ്റ് വിശിഷ്ട അതിഥികളെ എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുവാനായിട്ട് പെട്ര സ്റ്റീലിൻ്റെ സിഇഒ മുഹമ്മദ് സഫാനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഗോൾഡൻ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ പെട്രോയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൻ്റെ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി നാട്ടുകാരും കുടുംബക്കാരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് രണ്ട് വാക്ക്, ഞങ്ങൾ ഈ സ്റ്റീൽ ഡോർ വിപണന രംഗത്ത് പല തരത്തിലുള്ള അപ്ഡേഷൻസും അല്ലെങ്കിൽ വ്യത്യസ്തതകളും കൊണ്ടുവന്നൊരു ബ്രാൻഡാണ്. ഇപ്പം പാൻ ഇന്ത്യൻ ഒരു ബ്രാൻഡായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ 200ാമത്തെ ഔട്ട്ലെറ്റാണ്. അപ്പം തുടർന്നും ഞങ്ങൾക്ക് ഇതുപോലെ ഉയരങ്ങളിലെത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ഗോൾഡൻ പെട്ര സ്റ്റീൽ ഡോർസ് ഞങ്ങളുടെ ഒരു നമ്പർ 1 സ്റ്റോറായി മാറട്ടെ എന്ന് രതീഷ് ചേട്ടൻ്റെ അടുത്തും എല്ലാവർക്കും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഇതിൻ്റെ ഔദ്യോഗികപരമായ ഉദ്ഘാടന കർമ്മം ചെയ്യുവാൻ പ്രശസ്ത സിനിമാ താരം നെൽസൺ ചൂരനാടിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒന്ന് കൈയടിച്ചു. എന്തായാലും ഇവിടെ വരുവാനും ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുവാനും ഒക്കെ ദൈവം അവസരം തന്നതിന് നന്ദി പറയുകയാണ്. അതിനൊക്കെ കാരണം നിങ്ങളാണ്. ഞങ്ങളുടെ പരിപാടിയൊക്കെ കണ്ട് നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് സിനിമയായാലും ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ സ്നേഹവും സഹകരണവും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടാവണം എന്ന് വിനീതമായി പറയുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാം അനുഭവത്തോടുകൂടി ഞാനിത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കൈയടിച്ചു. ഓക്കെ, താങ്ക് യു. നമ്മുടെ നാടിൻ്റെ മെമ്പറായ ബിനി തോമസിനെയും സന്ധ്യാമോളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തോമസ് ഉണ്ണിയച്ചായനെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രദേശത്ത് ഇതിൻ്റെ ഷോറൂം, അപ്പുറത്തൊരു ഷോറൂമുണ്ട്. ഇത് പുതിയതായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത്. ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രദേശത്ത് ഈ ഷോറൂം വളരെയധികം പടർന്ന് പന്തലിച്ച് നിൽക്കുമാറാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സന്ധ്യാമോളെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനരെ, നമ്മുടെ നാട്ടിൽ പുതുതായി ആരംഭിച്ച ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും എപ്പോഴും ഇവരിലൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട തോമസ് ഉണ്ണിയച്ചായനെ 2 വാക്ക് പറയുവാനായിട്ട് ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രതീഷ്, ഈ സ്ഥാപനത്തിൻ്റെ ഉടമ രതീഷ്, ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത ശ്രീ നെൽസൺ ചൂരനാട് അടക്കം വാർഡ് മെമ്പർമാർ ശ്രീമതി ബിനി തോമസ്, അടൂരിലെ വാർഡ് മെമ്പർ സന്ധ്യമോൾ, മറ്റ് സ്നേഹിതരും ബഹുമാനിതരുമായ ഏവരുമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നതിൽ എല്ലാവിധമായ സന്തോഷവും ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ വിജയങ്ങളും ആശംസിക്കുന്നു. ഇത് 200ാമത്തെ ഷോറൂമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കേട്ടു. പെട്ര സ്റ്റീൽ ഡോർസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഈ സ്ഥാപനം ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഇവിടെ ആൾക്കാർ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞു കടന്നു വന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
വിടുന്നില്ല. എന്തെങ്കിലും ഒരു കോമഡിയൊക്കെ പറയാനാണ് പറയുന്നത്. കോമഡി പറയണമെങ്കിൽ നമ്മളിവിടെ 2-3 പേര് വേണം, ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ലേ. അപ്പോൾ അതിന് പകരം ഞാൻ പറയുമ്പോൾ മനസ്സിൽ ഡിലേ കിട്ടാറുണ്ടേ. ഹലോ, സിനിമ നടൻ്റെ ശബ്ദം പറയാം. നമ്മുടെ തികഞ്ചേട്ടൻ്റെ ശബ്ദമാണ്. എല്ലാവർക്കും അറിയാലോ, തികഞ്ചേട്ടൻ ഇങ്ങനെ വിളിച്ചു നോക്കിയാൽ എനിക്ക് അറച്ചു പോയി. അങ്ങനെ ചിരിച്ച് കൈയൊക്കെ അടിച്ചിട്ട് നിന്ന് സന്തോഷം. അപ്പൊ തിരുവനന്തപുരം ശബ്ദം കൊള്ളാക്കി കൈയടിക്കണേ, കൊള്ളത്തില്ലെങ്കിൽ ഓക്കെ കൈയടി. അപ്പൊ ഓക്കെ തിരുവനന്തപുരം ശബ്ദം. മക്കളുടെ ഇടയുണ്ട് അതല്ലേ. 12 വർഷം മനസ്സാക്ഷി കോടതിയിൽ കൊണ്ടുവരുന്ന കേസിന്റെ വാദം വേണം മോനെ. ഇനിയിപ്പോ അടുത്തതിന് ആവശ്യമുണ്ട്, അത്ര തന്നെ ഇടണം കേട്ടോ. ഹലോ, എന്തെങ്കിലും വെറൈറ്റി ശബ്ദം ചെയ്യാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു, വിമാനം ഉയരുമ്പോൾ ശബ്ദമില്ലേ, അറിയോ? അങ്ങനെ കൈയടിക്കും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. വരുന്നില്ല കേട്ടോ. ഈ അണപ്പ് ഇനി ഈ വിമാനം ദൂരെ നിർത്താറുണ്ടോ? ദൂരേന്ന് ഓക്കെ, ദൂരെ നിർത്തല്ലേ. ആരും ഒരു പാട്ട് മണിച്ചേട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് നീ തനിച്ചല്ലേ അത് രസിപ്പിക്കാനൊക്കെ പറ്റിയ ദൈവം തന്ന അവസരം എന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്ന് പറയുന്നു. അതായത് സാധനം വളർന്ന് കണ്ടിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. സഹകരണം. താങ്ക് യു. നമ്മൾ സ്റ്റീൽ ഡോറിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് മൾട്ടിപ്പിൾ ലോക്കിംഗ് സിസ്റ്റം. ഇപ്പം ഒരു താക്കോൽ ഇടുമ്പം തന്നെ
ഇത്രയും ബുള്ളറ്റ്സ് സൈഡിലും ഇതിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ മേൽഭാഗത്തും എല്ലാ ഭാഗത്തും ബുള്ളറ്റ്സ് കയറി ചെന്ന് ലോക്കിംഗ് സിസ്റ്റം വരികയാണ്. അതാണ് മൾട്ടിപ്പിൾ ലോക്കിംഗ് സിസ്റ്റം. അത് 18ഓളം ബുള്ളറ്റ്സ് സൈഡിലും താഴെയും മേലായിട്ട് 18 ബുള്ളറ്റ്സ് ആണ് വരുന്നത്. എല്ലാം അതായത് അടിപ്പടി വരുന്ന എല്ലാ എക്സിറ്റ് ഡോറുകൾക്കും ഇത് വരും. ബെഡ്റൂം ഡോറുകൾക്ക് സാധാരണ രീതിയിൽ അടിപ്പടി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിന് മൾട്ടിപ്പിൾ ലോക്കിംഗ് ഉണ്ടാവില്ല, അത് സിംഗിൾ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാവുക. അപ്പോൾ എല്ലാ എക്സ്റ്റേണൽ ഡോർസിനും മൾട്ടിപ്പിൾ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഇത് കീ സെറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ 5ഓളം കീസ് ഇതിൽ എന്തുണ്ടാവും, ഒരു കസ്റ്റമർക്ക് വേണ്ടി ഉണ്ടാവും. ഇത് ശരിക്കും സർവീസ് കീ എന്നാണ് പറയുക. അതായത് നമ്മളുടെ ഈ ഓപ്പറേഷൻ ഇൻസ്റ്റലേഷൻ വരെ ഈ കീ ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ച് കളയുകയും ഈ കീയിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് സെൻട്രലിലെ മാസ്റ്റർ കീ ഫങ്ഷൻ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുക. വൺസ് ഈ കീ ഉപയോഗിക്കുന്നതോടുകൂടി പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ സാധനം നമുക്ക് വേറൊരു കടയിൽ കൊണ്ടുപോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനും പറ്റില്ല. നോൺ ഡ്യൂപ്ലിക്കബിൾ കീസാണ് ആണല്ലേ? അതെ. അപ്പോൾ ഇനി 5 കീ നഷ്ടപ്പെട്ടാൽ എന്നുള്ള ചോദ്യമാണെങ്കിൽ സിലിണ്ടർ മാറ്റിയാൽ മതി, പുതിയ 5 കീ അടക്കമുള്ള സിലിണ്ടർ കിട്ടും. അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന ഡോറാണ്, അതായത് പീക്കോക്ക് ഡിസൈൻ എന്നാണ് പറയുക. ഇത് ശരിക്കും പിന്നെ 4 ഫീറ്റ് ഡോറാണ്. ഇതിൻ്റെ ശരിക്കും 6 ഫീറ്റ് ഡോറിലൊക്കെ ഈ പീക്കോക്കിൻ്റെ ഈ സൈഡും കൂടി വരുന്നുണ്ട്, ഫുൾ റൗണ്ടിൽ വരുന്നുണ്ട്. അതായത് ഈ ഡോറുകൾ നമുക്ക് ഒരു 3.5 അടി അഥവാ 110 സൈസ് മുതൽ 6 അടി വരെ 180 സൈസ് വരെ അവൈലബിൾ ആണ്. ഈ 4 അടി മുതലുള്ള ഡോറുകൾ 2 പാളിയും, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഡോറ് 3.5 അടി ഡോറാണെങ്കിൽ ഒറ്റ പാളിയായിട്ടും വരും. അതാണ് ലക്ഷറി ഡോർ സെഗ്മെൻറ്റ്സ്. ഇതിൽ തന്നെ ലക്ഷറി ഡോർ സെഗ്മെൻറ്റിൽ തന്നെ നമുക്കൊരു മിനിമം 12ഓളം മോഡൽസ് അവൈലബിൾ ആണ്, വെറൈറ്റി മോഡൽസ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കണ്ടിരിക്കുന്ന ഈ ഡോറിൽ PTR 125 എന്ന് പറഞ്ഞാൽ ഇതൊരു കോപ്പർ കോട്ടിംഗ് ഒക്കെ വരുന്ന ബാർ ഹാൻഡിലടക്കം കോപ്പർ കോട്ടിങ് വരുന്ന ഒരു ഡോറാണ്. ഇത് വേറൊരു സെഗ്മെൻറ്റ്, അതായത് നമ്മൾ വുഡൻ ടെക്സ്ചർ ഡോറിൽ തന്നെ നമുക്ക് വലിയ പാളിയും ചെറിയ പാളി ഒരു ഗ്ലാസ്, അതായത് എന്തെങ്കിലും രീതിയിൽ പുറത്തേക്ക് നോക്കാൻ ഒക്കെയുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യാം, ഫസ്റ്റ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യും, അത് കഴിഞ്ഞ് ഈ ചെറിയ പാളി ഓപ്പൺ ചെയ്യും. ഈ ഗ്ലാസും പ്രൊട്ടക്റ്റഡ് ആണ്, അതായത് 2 സൈഡ് ഗ്ലാസും നടുക്ക് ഗ്രില്ലും വെച്ചിട്ടാണ് ആ ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ വുഡൻ ടെക്സ്ചർ ഡോറാണെങ്കിലും നോർമൽ നമ്മുടെ ഒരു കസ്റ്റമറുടെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് റേഞ്ചിൽ വരുന്ന മോഡൽസാണിത്. ഇതിൽ തന്നെ നമുക്ക് ഒരു 3 അടി മുതൽ 4 അടി വരെയുള്ള 3, 3.25, 3.5, 4 അടി ഡോറുകൾ അവൈലബിൾ ആണ്. അതായത് ഒരു നോർമൽ എക്കണോമിക് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റീവ് ഡോർ നോക്കുന്ന ആളുകൾക്ക് ഈ ഡോറ് വാങ്ങിക്കാവുന്നതാണ്. അതിലുപരി ഇതിൻ്റെ ടെക്നോളജി, അതായത് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രീമിയം ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം GI ഷീറ്റ് ടെക്നോളജിയും അടിപ്പടി SS വെച്ചിട്ടും തന്നെയാണ് ഈ ഡോറും ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഇച്ചിരി കുറവാണെങ്കിലും അതിന് ക്വാളിറ്റിയിൽ പ്രത്യേകിച്ച് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഷെൽ ഡോറാണ്, അതായത് നമ്മുടെ എല്ലാ ഡോറുകളും അകത്തേക്കാണ് തുറക്കുന്നതെങ്കിൽ ചില പർപ്പസിൽ, ഇപ്പോൾ നമ്മൾ കിച്ചൺ കബോർഡ്സൊക്കെ ബിൽഡ് ചെയ്ത് ഇനി അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ പർപ്പസ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഡോറ് വെളിയിലേക്ക് തുറക്കാന്നുള്ളൊരു ആവശ്യകതയുണ്ട്. അതിനു വേണ്ടിയുള്ളതാണ് ഔട്ട് ഓപ്പൺ ഡോർ.